കണ്ണൂർ വലിയന്നൂരിൽ ശക്തമായ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. മരങ്ങൾ കടപുഴകി വീണ് നിരവധി കടകൾക്ക് കേടുപാടുണ്ടായി. അപകടത്തിൽ ലോട്ടറി വിൽപ്പന തൊഴിലാളിക്ക് പരിക്കേറ്റുവെന്നും ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. അരുൺ ഭൂപ്പറമ്പ് തത്സമയം ചെയ്യുകയാണ്. ആദ്യം മഴക്കെടുതിയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കടകൾക്കൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ചുവെന്ന വാർത്ത വരികയാണ്. ഈ പറയുന്ന സ്ഥലത്ത്, ഈ അപകടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് അരുൺ ഉള്ളത്. അരുൺ ഭൂപ്പറമ്പ് ചേരുന്നു. അരുൺ പറയൂ. ഗുഡ് മോർണിംഗ്. വലിയന്നൂര് കണ്ണൂർ മട്ടന്നൂർ റോഡിലുള്ള ഒരു സ്ഥലമാണ്. വലിയന്നൂരിൽ ഇന്ന് രാവിലെ 8 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. നമുക്ക് കാണാം മരം വീണ്. ഇവിടെ ഒരു അരിയും മറ്റ് സാധനങ്ങളൊക്കെ പൊടിപ്പിക്കുന്ന ഒരു മില്ലുണ്ടായിരുന്നു. ആ മില്ലിന് മുകളിലേക്കാണ് ഈ വലിയ മരം കടപുഴകി വീണത്. അത് പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ മറ്റ് മറ്റ് കടകളിലേക്കും ഈ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ലോട്ടറി കട പൂർണ്ണമായും ഈ കാറ്റിൽ പറന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സൊക്കെ എത്തി ഇതിൻ്റെ ഈ മരങ്ങൾ മുറിച്ചു മാറ്റുകയും ഈ വൈദ്യുതി ഉൾപ്പെടെ പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ഉണ്ടായ ശക്തമായ കാറ്റാണ്. ആ കാറ്റിലാണ് ഈ വലിയന്നൂർ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. വലിയ മരങ്ങളൊക്കെയാണ് ആ കടപുഴകി വീണത്. വളരെ പെട്ടെന്ന് കാറ്റ് വീശുകയും അങ്ങനെ ഉണ്ടായ നാശനഷ്ടമാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മൂന്ന് കടകൾക്ക് മുകളിലേക്കാണ് മരം വീണത്. കാറ്റ് വീശി മറ്റ് കടകൾക്കും കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നാട്ടുകാരുടെയൊക്കെ ശ്രമം നമുക്ക് കാണാം. നാട്ടുകാരൊക്കെ ഈ വലിയ മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ ശക്തമായ കാറ്റും അതിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ചേട്ടാ, ഇത് എത്ര മണിയോടെയാണ്? രാവിലെ ഒരു 7-7:30 മണിക്ക് വീശിയടിച്ച ഒരു ചുഴലിക്കാറ്റിനെ വന്നത്. അപ്പോൾ ഒരു പെണ്ണുങ്ങൾ രാവിലെ ഇത് ജോലിക്ക് പോകുന്നുണ്ടായി. പെണ്ണുങ്ങൾ ഓടി രക്ഷപ്പെടുക ചെയ്തത്. ലോട്ടറി കട തലകുത്തി നിൽക്കുന്നതുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. ചെറിയ പരിക്കുണ്ടായി. അദ്ദേഹം അതിനകത്തുണ്ടായിരുന്നു. പെട്ടെന്ന് കാറ്റ് വീശി ചെറിയൊരു 1 മിനിറ്റ് വീശിയിട്ടില്ല. അതിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് പോയിന്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം നാശനഷ്ടം അത് ഇളയാവൊരു ഭാഗത്ത്, ചന്ദ്രത്തെപ്പേടിയ ആ ഭാഗത്ത് നല്ല കാറ്റെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഈ വലിയ മരം, അതായത് ഈ റോഡിന് കുറുകെ വീണിട്ടുള്ള വലിയ മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഈ റോഡിലേക്ക് നിലംപതിച്ച ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇതിന് തൊട്ട് സമീപം എളയാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം വ്യാപകമായ കാറ്റിൽ വലിയ നാശനഷ്ടമുണ്ടായത്. അവിടെ 10ഓളം വീടുകൾ ഈ കാറ്റിൽ മരങ്ങൾ വീണും മറ്റുമല്ലാതെ തകർന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ മഴക്കൊപ്പം തന്നെ ശക്തമായ കാറ്റ് വീശുന്നതാണ് നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നത് എന്നതാണ് പ്രദേശവാസികളൊക്കെ എന്തായാലും പറയുന്നത്. അത്തരം നാശനഷ്ടങ്ങൾ തന്നെയാണ് വലിയന്നൂരിലും എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കടകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ലോട്ടറി ജീവനക്കാരനെ ശക്തമായ ഈ പൂർണ്ണമായും വൈദ്യുതി കേൾക്കാൻ വയ്യ. കേട്ടില്ല. വൈദ്യുതിയൊക്കെ പൂർണ്ണമായും വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. KSEB ഇതുമായി ബന്ധപ്പെട്ട് ലൈനെല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഹൈ ടെൻഷൻ ലൈനും ലോ ടെൻഷൻ ലൈനിലും മൊത്തം ഓഫ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മരം വീണ് മറ്റുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി. മഴക്കൊപ്പം നിന്നുള്ള കാറ്റാണ് പ്രശ്നമല്ലേ? അതെ കാറ്റ് ചുഴലിക്കാറ്റടിച്ചാണ് ഈ കുറച്ച് ഭാഗത്ത് ചുഴലിക്കാറ്റടിച്ച് ഈ ഭാഗങ്ങൾ മൊത്തം മരം വീണിട്ടുണ്ട്. ഞങ്ങളിപ്പം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. ഓരോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുക. അത് തന്നെയാണ് ഈ മഴക്കൊപ്പമുള്ള അതിശക്തമായിട്ടുള്ള കാറ്റാണ്. ആ കാറ്റിലാണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും KSEB ഉദ്യോഗസ്ഥരും അങ്ങനെ അവരുടെ ജീവനക്കാരെല്ലാം പൂർണ്ണമായും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. എന്തായാലും വലിയന്നൂരിലാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അരുൺ ഭൂപ്പറമ്പ്.